മക്കളെ എന്തോ പറയാനാ, ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. കാരണം എന്നും വൈകിട്ട് ഇറങ്ങുന്നത്, പക്ഷേ ഇന്ന് ഞാൻ രാവിലെ ഒന്ന് ഇറങ്ങി നോക്കിയതാ. നമ്മുടെ കാന്താരി കുട്ടികളൊക്കെ എന്തോ ചെയ്യുന്നുണ്ടോ. അയ്യോ കൊതി വരുന്നില്ല എല്ലാവർക്കും. കാനഡയിൽ ഇത്രയും കാന്താരിയൊക്കെ കണ്ട് വിളഞ്ഞ് നിൽക്കുന്ന കണ്ടിട്ടേ. പണ്ടൊക്കെ ഞങ്ങൾ വീട്ടിലെ അങ്ങോട്ട് കപ്പയൊക്കെ പുഴുങ്ങാൻ അടുപ്പയിലോട്ട് വെച്ചിട്ടാണ് ഓടുന്നത്. എന്തിനാ കാന്താരി പറിക്കാൻ? കാന്താരി പറിച്ചുകൊണ്ട് കൊണ്ടുവരിക, ഒന്ന് ഞെരിടുക, അപ്പോഴത്തേക്ക് കപ്പ വേഗം കാന്താരി ചമ്മന്തിയും കൂട്ടി കപ്പയും ചേമ്പ് ചേന എന്ത് പുഴുങ്ങുന്നോ അത് കൂട്ടി മുക്കി കഴിക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ ഈ 3-4 മാസമായിട്ട് അതുപോലെ തന്നെ ചെയ്യുന്നത്. അടുപ്പയിലോട്ട് ഒന്നീ കപ്പയോ അല്ല ചേമ്പോ വെച്ചിട്ട് ഓടിപ്പോവും ഞാൻ കാന്താരി പറിക്കാൻ. കാരണം ഇപ്പം നമുക്കുണ്ട് ഈ സമയത്ത്. പക്ഷേങ്കിൽ ഇനി 1 മാസം കൂടെ കഴിയുമ്പോൾ ഓടി വന്ന് പറിക്കലൊക്കെ അങ്ങ് കഴിയും കേട്ടോ. എന്താ പറയാൻ, അതൊരു വല്ലാത്ത വിഷമമാണ് കേട്ടോ എൻ്റെ മക്കളെ. എന്താ പറയാനാ, പക്ഷേ ഇപ്പം നമുക്ക് വേറെ വഴിയൊന്നുമില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ അമ്മക്കിളിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മുടെ കാന്താരി കുട്ടപ്പൻ എല്ലാം ഇപ്പോൾ ഇനിയിപ്പോൾ എല്ലാം മഴ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഇനി വരത്തില്ലല്ലോ. എന്തോ ചെയ്യാനാ. കാന്താരി മാത്രമല്ല കേട്ടോ, കുറേ എണ്ണം ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ വലിയ മുളകളുണ്ട്. ഈ മുളക് കണ്ടാ. പക്ഷേ ഇത് നല്ല വിളഞ്ഞ് കിട്ടുമോയെന്ന് അറിയത്തില്ല. നോക്കാം നമുക്ക് എത്രത്തോളം കിട്ടുന്നെങ്കിൽ അത്രയും പറിക്കാം മക്കളെ. എന്നാൽ നമുക്ക് കപ്പ അടുപ്പിലോട്ട് വെച്ചിട്ട് ഓടി വന്നേ കാന്താരി പറിച്ചുകൊണ്ട് പോയി നമുക്കൊന്ന് ഞെരടി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു പുളി ഒരു 2 കഷ്ണം ഉള്ളി അങ്ങോട്ട് ഇട്ടിട്ട്. പല തരത്തിലുണ്ട് കാന്താരി കേട്ടോ. ഇത് വെള്ളക്കാന്താരി, പച്ചക്കാന്താരി, ഇത് വേറൊരെണ്ണം, ഇങ്ങനെ 3-4 ഇനം ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് പറിച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെക്കണം. ഫ്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഫ്രീസ് ചെയ്ത് കാണിക്കാം കേട്ടോ. ബൈ ബൈ. നമുക്ക് നാളെ കാണാം. നാളെ രാവിലെ ആണെന്ന് വൈകിട്ടാണെന്ന് അറിയത്തില്ല സമയം കേട്ടോ. ഏത് നേരം സമയം കിട്ടുന്ന ഓടി ഇങ്ങോട്ട് ഇറങ്ങി വരും.